Two dice with a face number from 1 to 6 are rolled together. What are the possible sum? Which of these sum has maximum probability? 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള രണ്ട് പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് പകിടകൾ. നമ്മൾ ഈ ലുഡോ ഒക്കെ കളിക്കുന്ന നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ ലുഡോ. അതിൽ നമ്മൾ റോൾ ചെയ്യുന്ന കട്ടുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയാം. അതിൽ നമുക്കറിയാം 1 മുതൽ 6 വരെ ഉണ്ട് എന്നുള്ള കാര്യം അല്ലെ. 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 6 വരെ ഉണ്ട്. അതേപോലത്തെ രണ്ട് ഡൈസുകളാണ് ഒരേ സമയം ഉരുട്ടുന്നത്. അപ്പൊ രണ്ട് ഡൈസിലും ഉണ്ട് എന്ത്? 1 മുതൽ 6 വരെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള രണ്ട് ഡൈസ് പകിടകള് ഒന്നിച്ചുരുട്ടാണ്. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുകകൾ ഏതൊക്കെ സംഖ്യകളാവാന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ വരുമ്പോ നമ്മൾ ഈ രണ്ട് പകിടകൾ ഒന്നിച്ചിടുമ്പോ കിട്ടുന്ന പേരുകൾ ഒന്ന് എഴുതാം. ഒന്നാമത്തേൽ നമ്മൾ ആദ്യം പേരുകൾ എഴുതി ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നാമത്തേൽ 1 വീഴുമ്പോ രണ്ടാമത്തേലും 1 വീഴാലോ. അതേപോലെ തന്നെ ഒന്നാമത്തേൽ 1 വീഴുമ്പോ രണ്ടാമത്തേൽ 2 വീണൂടെ. അങ്ങനെ ഒന്നാമത്തെ ഇതിലെ ഒരു 1-ന് രണ്ടാമത്തേൽ 6 പേരുകൾ ഉണ്ടാവും. അപ്പൊ 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. ഇതേപോലെ തന്നെ 1-ൽ 2 വീഴുമ്പോ 2-ൽ 1 വീഴാം. 1-ൽ 2 വീഴുമ്പോ 2-ൽ 2 വീഴാം. 1-ൽ 2 വീഴുമ്പോ 2-ൽ 3 വീഴാം. അങ്ങനെ വീഴാലോ. പിന്നെ 3, 1, 3, 2, 3, 3, 3, 4, 3, 5, 3, 6. പിന്നെ 4, 1, 4, 2, 4, 3, 4, 4, 4, 5, 4, 6. 5, 1, 5, 2, 5, 3, 5, 4, 5, 5, 5, 6. 6, 1, 6, 2, 6, 3, 6, 4, 6, 5, 6, 6. ഇനി ഇങ്ങനെ എഴുതിയിട്ട് ഇതിന്റെ സമ്മുകൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മുകൾ കാണണം, തുകകൾ കാണണം. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ തവണ വരാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള തുക ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഫസ്റ്റത്തെ വരി കൂട്ടുമ്പോ 1 + 1 2, 2 + 1 3, 3 + 1 4, 4 + 1 5, 5 + 1 6, 6 + 1 7. രണ്ടാമത്തെ വരി കൂട്ടുമ്പോഴോ 3, 4, 5, 6, 7, 8 എന്ന് കിട്ടും. 2, 1, 3, 2, 2, 4 ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാ. 4, 5, 6, 7, 8. ഇവിടെ കൂട്ടുമ്പോഴോ 3, 1, 4, 5, 6, 7, 8, 9. അടുത്ത കൂട്ടുമ്പോ എന്ത് കിട്ടും? 5, 6, 7, 8 അങ്ങനെ 10 വരെ. അടുത്ത കൂട്ടുമ്പോ 6, 7, 8, 9, 10, 11 വരെ. ഇനി ലാസ്റ്റ് വരി കൂട്ടുമ്പോഴോ 6, 1, 7, പിന്നെ 8, 9, 10, 11, 12. ഇനി ഇതിലിങ്ങനെ നോക്കിയേ, ഏറ്റവും കൂടുതൽ തവണ വരാനുള്ള സമ്മിന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള സം ഏതാ? 2 ഒറ്റ വട്ടേ ഉള്ളൂ. ഇങ്ങനെ കോണോട് കോണ നോക്കിയാൽ മതി. 3 2 ഉണ്ട്, 4 3 ഉണ്ട്, 5 1 2 3 4 എണ്ണം, 1 2 3 4 5, 1 2 3 4 5 6. ഇപ്പൊ 7 6 ഉണ്ട് കേട്ടോ. ഡയഗണലിൽ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. ഇനി കുറഞ്ഞു പോകും നോക്കിയാ. 8 7 ഉണ്ടോ നോക്കിയാ. സോറി 7 അല്ല 6 എണ്ണം. ഇനി നോക്കിയാ 1 2 3 4 5, 1 2 3 4, 1 2 3 1 2 1. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ വരാനുള്ള സമ്മിന് ഏതാ ചാൻസ് കൂടുതൽ? 7 ആണ് സാധ്യത കൂടുതൽ. സം 7 ഹാസ് മാക്സിമം പ്രോബബിലിറ്റി. തുക 7 വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത.